സ്വാഗതം. എയ്ഡവും റിസാല അപ്ഡേറ്റും ചേരുന്ന ഇലക്ഷൻ പ്രത്യേക ഡിബേറ്റിലേക്ക്. കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ, ഒരു ലോക്സഭാ മണ്ഡലങ്ങളും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനൊപ്പം രാജ്യത്ത് 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടന്നു. 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ, ഒന്ന് ജാർഖണ്ഡിലും ഒന്ന് മഹാരാഷ്ട്രയിലും. ഈ 2 സംസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമാക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് ഈ 2 സംസ്ഥാനങ്ങളിലും ഉണ്ടായ മുന്നേറ്റമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അവിടെ NDA വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. BJP വലിയ മുന്നേറ്റം നടത്തി. ഒപ്പമുള്ള ശിവസേനയും ചേർത്ത്, അജിത് പവാർ നേതൃത്വം നൽകുന്ന NCPയും ചേർത്ത് കേവല ഭൂരിപക്ഷവും കടന്ന് വലിയ മുന്നേറ്റം NDA സഖ്യം കാഴ്ചവെച്ചിരിക്കുന്നു. ഇന്ത്യ സഖ്യമാട്ടെ മഹാവികാസ് അഘാഡി, ശരത് പവാർ നേതൃത്വം നൽകുന്ന NCPയും ഉദ്ധവ് താക്കറെ നേതൃത്വം നൽകുന്ന ശിവസേനയും ഒപ്പം കോൺഗ്രസും ചേരുന്ന മഹാവികാസ് അഘാഡി ഏതാണ്ട് 60-നടുത്ത സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു. ജാർഖണ്ഡിൽ പക്ഷേ സ്ഥിതി നേരെ തിരിച്ചാണ്. ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. ആകെ 81 അംഗ സീറ്റിൽ ഏതാണ്ട് 60-നടുത്ത സീറ്റുകളിൽ വിജയിക്കും എന്നുള്ള സാധ്യത അവർ നിലനിർത്തുകയാണ്. 55 സീറ്റിൽ അവർ ജയം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. BJP ഏതാണ്ട് ബാക്കി സീറ്റുകളിലേക്ക് 20-21 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ വിഷയമാണ്, ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കൊപ്പമുള്ള ദൈഡത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററും രാജ്യത്ത് തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാളുമായ വെങ്കടേഷ് രാമകൃഷ്ണനുണ്ട്. ഒപ്പം രാജ്യത്ത് തന്നെ മറ്റൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഷാജി ജോസഫുമുണ്ട് നമുക്കൊപ്പം. ആദ്യം ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണനിലേക്ക് പോകുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര ആദ്യം എടുത്തു കഴിഞ്ഞാൽ ഈ മഹാവികാസ് അഘാഡിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ MVA ആണ് കുറച്ചുകൂടെ നേരത്തെ മറ്റ് മഹായുതി എന്ന് പറയുന്ന NDA സഖ്യത്തേക്കാൾ വേഗത്തിൽ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്കൊക്കെ പോയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ആകെ തകർന്നു പോകുന്നൊരു കാഴ്ചയാണ് മഹാവികാസ് അഘാഡി. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇത് പല തലങ്ങളിൽ നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ആണിത്. ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അവിടെ കാഴ്ചവെച്ചത്, കോൺഗ്രസ് അവിടെ മറ്റ് യാതൊരു സഖ്യകക്ഷികളെയും ആവശ്യമില്ല എന്നുള്ള മട്ടിലുള്ള ഒരു ഏകപക്ഷീയമായ സമീപനം സ്വീകരിക്കുകയും പൂർണ്ണമായും ജാട്ട് വോട്ടിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ഓവർ കോൺഫിഡൻസിന്റെ ഒരു പ്രതിരൂപമായി മാറുകയും ചെയ്ത കാഴ്ചയാണ് ഹരിയാനയിൽ നമ്മൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കണ്ടത്. അതിന്റെ ഒരു തുടർച്ച മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നുണ്ട് എന്ന് അവിടെ ഫീൽഡിൽ പോയിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകർ പല ഘട്ടങ്ങളിലായി എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതായത് ഹരിയാനയെ പോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ എന്ത് മുദ്രാവാക്യമാണ് ഉണ്ടാവേണ്ടിയിരുന്നത്, അപ്പോൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം വളരെ വിശാലമായ അർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മഹാരാഷ്ട്രയിൽ സ്വാധീനമുണ്ടാക്കിയ മുദ്രാവാക്യമായിരുന്നു ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന്റെ ആ വാഗ്ദാനം. പ്രത്യേകിച്ചും 400-ൽ പരം സീറ്റുകൾ അബ് കി ബാർ 400 പാർ എന്ന BJPയുടെ മുദ്രാവാക്യം, അത് ഭരണഘടനയെ സമൂലമായി മാറ്റിമറിക്കാനുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പ്രചാരണത്തിലൂടെ വലിയ രീതിയിലുള്ള ദളിത് മുസ്ലിം കൂട്ടായ്മ, അതോടൊപ്പം മറാഠകളും ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ അവിടെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു വിശാലമായ മുദ്രാവാക്യം മാത്രം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും പോയി കഴിഞ്ഞാൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞാൽ അത് ഫലം ചെയ്യും. ഹരിയാനയിൽ കാണിച്ചതുപോലെ തന്നെയുള്ള അതേ അബദ്ധം ഇത് ഇന്ത്യ സഖ്യം ഈ രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് NDA ആവട്ടെ, BJPയും ശിവസേനയും അജിത് പവാറിന്റെ NCPയും അടങ്ങുന്ന NDA ആവട്ടെ ലോക്കൽ ഇഷ്യൂസിനെ കൂടുതലായിട്ട് അതിന് ഊന്നൽ നൽകുകയും പ്രത്യേകിച്ചും ലാഡ്ലി ബെഹന എന്ന് പറയുന്ന അവരുടെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു വെൽഫെയർ സ്കീം, ഷിൻഡെ സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ആ പരിപാടിയെ അതിൽ ഊന്നിക്കൊണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കും. അത് ആ പദ്ധതി വഴി നൽകുന്ന പൈസയുടെ അല്ലെങ്കിൽ സാമ്പത്തികമായ സഹായം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കും. അതിലൂന്നി വലിയ രീതിയിൽ സ്ത്രീകളെ ആകർഷിക്കുന്ന ഒരു പ്രചാരണം ഈ
BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. ഇതിനെല്ലാം അപ്പുറം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ തൃണമൂലകളിൽ ഗ്രാസ് റൂട്ട്സിൽ വലിയ സ്വാധീനമുള്ള സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഓബ്വിയസ് ആയിട്ടുള്ള മോദിയുടെ പ്രഭാവം അത്ര കൂടുതലായിട്ട് വേണ്ട എന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയിൽ പല സ്ഥലങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും രാഷ്ട്രീയ സ്വയം സേവക് സംഘ് സജീവമായി പ്രവർത്തിക്കുകയുണ്ടായില്ല. ആ സ്ഥിതിവിശേഷം മാറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ദേവേന്ദ്ര ഫഡ്നവിസിന്റെ നേതൃത്വത്തിലുള്ള BJP നേതൃത്വവും അതുപോലെ ശിവസേനയിലെ ഷിൻഡെ പക്ഷവും RSSന്റെ നേതൃത്വത്തെ വളരെ കൃത്യമായിട്ട് ആഞ്ഞ് അവരെ പിടിച്ച് പ്രീണിപ്പിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിന്റെ എല്ലാം ആകത്തുകയാണ് നമ്മൾ കണ്ടിട്ടുള്ള ഈ അത്ഭുതകരം എന്ന് തന്നെ പറയാവുന്ന ഈ മഹാവിജയം. ജാർഖണ്ഡിൻ്റെ കാര്യം കൂടെ ഒന്ന് ചോദിച്ചിട്ട് ബാക്കി നമുക്ക് പൊതുവിലേക്ക് വരാം. ഷാജി ജോസഫ്, നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഹേമന്ത് സോറൻ എന്ന് പറയുന്ന വ്യക്തി ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ഒരു പാൻ ജാർഖണ്ഡ് പ്രസ്ഥാനമാക്കി വളർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അവസാന ഘട്ടത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകിയ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നൽകിയ മുൻഗണന ഏത് വിധത്തിലാണ് ഇലക്ഷനിൽ പ്രതിഫലിക്കാനുള്ളൊരു സാധ്യതയുള്ളത്. അദ്ദേഹത്തിൻ്റെ ജനപ്രീതി, ഒപ്പം ഭാര്യയും നേതാവുമായ കൽപ്പന സോറൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ, ഇതൊക്കെ ഒരുപക്ഷെ JMMൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചിരുന്നു. അതിനെ മറികടക്കാൻ BJPയുടെ നേതൃത്വത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രത്തെക്കുറിച്ചും സൂചിപ്പിച്ചു. അത് തീർത്തും ഈ ആദിവാസികളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമമാണെന്നും സൂചിപ്പിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ച ഘടകം അത് വർക്കൗട്ടായി എന്ന് നമ്മൾ കരുതണം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ടോപ്പ് ലീഡർഷിപ്പിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ജനപിന്തുണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനുമപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ഒരു ക്ഷീണമുണ്ടാക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് ഭീഷണി നേരിട്ടിരുന്നുവെങ്കിലും കോൺഗ്രസിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് എന്ന ഭയം ഏതാണ്ട് ഇല്ലാതായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് കോൺഗ്രസ് എത്തുമോ? സംഘടനയില്ലാത്ത ഏതാണ്ട് ചില നേതൃത്വം മാത്രം നിലനിൽക്കുന്ന ജാർഖണ്ഡിലെ കോൺഗ്രസ് എവിടെ ചെന്ന് എത്തും ഈ തെരഞ്ഞെടുപ്പിൽ എന്നതിൽ വലിയ സംശയമുണ്ടായിരുന്നു. എന്നാൽ പ്രാദേശികമായി അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, JMMന്റെ പിന്തുണ കൃത്യമായി അവർക്ക് ലഭിച്ചിരിക്കുന്നു. അത് മതന്യൂനപക്ഷങ്ങളും ആദിവാസികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കോൺഗ്രസിനെയും പിന്തുണച്ചിരിക്കുന്നു എന്നതിൽ സംശയമൊന്നുമില്ല. ഇതിനും അപ്പുറം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതാണ്ട് 15 സീറ്റുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ സ്വന്തമായി വോട്ട് ബാങ്കുകൾ അവരവരുടെ പ്രാദേശിക തലങ്ങളിൽ ഉള്ളവരായിരുന്നു. അവരാണ് ഈ വിജയത്തിന്റെ പടവിലേക്ക് കയറി വരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ജാർഖണ്ഡിൽ BJPക്ക് സംഭവിച്ചത് എന്ന് പറയുന്നത് ജാർഖണ്ഡിന്റെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഇഷ്യൂസ് എന്താണെന്ന് തിരിച്ചറിയാതെ ഏതാണ്ട് ഒരു സാമ്രാജ്യത്വ ശക്തിയെ ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കാൻ വന്ന പോലെ ജാർഖണ്ഡിനെ കീഴടക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര കൃഷിമന്ത്രിയും ശിവരാജ് സിംഗ് ചൗഹാനും അതുപോലെ തന്നെ ആസാം മുഖ്യമന്ത്രി BJPയുടെ സ്ട്രാറ്റജിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഹിമന്ത ബിശ്വ ശർമ്മയും ഒക്കെ ഇങ്ങ് വന്ന് പ്രാദേശിക തലത്തിലെ ഈ മണ്ണിനെ കൃത്യമായി അറിയാവുന്ന പ്രാദേശിക നേതാക്കളെ പിന്തള്ളിക്കൊണ്ട് ഇവരുടെ നിഴലിൽ നിൽക്കാൻ പൂർണ്ണമായും അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഭരണം പിടിക്കാനുള്ള സ്ട്രാറ്റജികളാണ് അവർ ഒരുക്കിയത്. BJP ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന പോലെ ഡിവൈസീവ് മുദ്രാവാക്യങ്ങൾ, ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി ആദിവാസികളെ റോട്ടി മാട്ടി ഒക്കെ ഇല്ലാതാക്കുന്നു, ബേട്ടിയൊക്കെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഹാഫ് ട്രൂത്തുകൾ പോലും അല്ലായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് BJPയുടെ പ്രാദേശിക നേതൃത്വത്തിൽ ഒരാളെ ഉയർത്തിക്കാട്ടാതെ
മോദിയെയും അമിത്ഷായെയും കണ്ട് വോട്ട് ചെയ്യണമെന്ന് ജാർഖണ്ഡിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ജാർഖണ്ഡിലെ ഈ തെരഞ്ഞെടുപ്പിൽ the fundamentals of politics are favoring the National Democratic Alliance. But that has been effectively countered by the emotionality created by the India bloc. ഹേമന്ത് സോരനെ ജയിലിൽ വിട്ട നാൾ മുതൽ അങ്ങോട്ട് ആദിവാസികൾക്കിടയിൽ വലിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 5 ആദിവാസി സീറ്റുകളിലും ഇന്ത്യ മുന്നണി ജയിച്ചപ്പോൾ BJP മനസ്സിലാക്കിയതാണ്. അത് പ്രാദേശിക നേതൃത്വം വളരെ കൃത്യമായി പറഞ്ഞതാണ്. അതിനെ അതിജീവിക്കുവാനാണ് ആദിവാസികളുടെ മക്കളെ, പെൺമക്കളെ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അടിച്ചു മാറ്റുന്നു, അവരുടെ ഭൂമികൾ പിടിച്ചെടുക്കുന്നു എന്നുള്ള മുദ്രാവാക്യങ്ങളെ കൊടുത്തു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ആദിവാസികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഡിവൈസീവ് മുദ്രാവാക്യമായിരുന്നു അത്. കാരണം സിംഗ്ഭൂമിലാണെങ്കിലും സന്താൾ പർഗാനയിലാണെങ്കിലും ആദിവാസികളും മതന്യൂനപക്ഷങ്ങളും ജീവിക്കുന്നത് ഭായി ആയിട്ടാണ്. അവർക്കിടയിൽ ഇതുപോലുള്ള ഒരു വിഭജനത്തിന് BJP ഒരുങ്ങിയപ്പോൾ അത് അവിടെ കളം പിടിച്ചില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാജീവ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആദിവാസികളെയും മതന്യൂനപക്ഷങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം JMMന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഇൻസൈഡർ വേഴ്സസ് ഔട്ട്സൈഡർ എന്ന ഒരു ഫീലിംഗ് ജാർഖണ്ഡിലെ പ്രത്യേകിച്ച് നോൺ ആദിവാസികൾക്കിടയിൽ ഉണ്ടാകാൻ തുടങ്ങി. അവിടെയാണ് ഒരു കൗണ്ടർ പോളറൈസേഷൻ എന്നത് ഇന്ത്യ മുന്നണി ഭയപ്പെടുന്നത്. എന്നാൽ അതിന് ഇഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ സ്ത്രീകൾക്കിടയിലേക്ക് കൽപ്പന സോറൻ ഇറങ്ങിച്ചെന്നപ്പോൾ, സ്ത്രീകളെ കൂടെ നിർത്തിയപ്പോൾ ആദിവാസി സ്ത്രീകൾ മാത്രമല്ല നോൺ ആദിവാസി സ്ത്രീകളെ കൂടി, പ്രത്യേകിച്ച് കൊയലാഞ്ചൽ, നോർത്ത് ഛോട്ടാനാഗ്പൂർ, സൗത്ത് ഛോട്ടാനാഗ്പൂർ, പലാമു ഈ മേഖലകളിലൊക്കെ സ്ത്രീകളുടെ സാന്നിധ്യം JMMന്റെ റാലികളെ സമ്പുഷ്ടമാക്കിയതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കൽപ്പന സോറൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പുതിയ താരം, JMMന്റെ പുതിയ താരം ഹേമന്ത് സോരന്റെ ഭാര്യ, അവർ നടത്തിയ ഒരു നീക്കം വളരെ ഫലവത്തായി JMMനെ സഹായിച്ചു. BJP നടത്താൻ ശ്രമിച്ച വിഭജനത്തിലൂടെയുള്ള വോട്ട് നേടുക എന്ന് പറയുന്ന ആ ശ്രമം നടക്കാതെ വന്നതിന്റെ ഒരു കാരണം, മറ്റൊരു കാരണം എന്ന് പറയുന്നത് BJPയുടെ നേതൃത്വത്തിൽ, BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന വികസനം എന്ന മുദ്രാവാക്യത്തെ നേരിടുന്നതിനായി വെൽഫെയർ മെഷേഴ്സ് മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട്, പ്രത്യേകിച്ച് മയ്യ സമ്മാൻ യോജന, അത് നിലവിലെ 1000 രൂപയിൽ നിന്ന് ഡിസംബർ മാസം മുതൽ 2500 ആക്കുമെന്നുള്ളോ, അത് ക്യാബിനറ്റിനെ കൊണ്ട് പാസ്സാക്കിച്ചു എന്നുള്ളതാണ് JMMന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗശല നീക്കമായിട്ട് ഞാൻ കാണുന്നത്. ഗോഗോ ദീദി എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായി BJP മുന്നോട്ട് വന്നപ്പോൾ അതിനെയും അതിജീവിക്കുന്ന രീതിയിലുള്ള ഒരു ശ്രമം ഈ ഗവൺമെന്റ് നടത്തി. അതിന് ഹേമന്ത് സോരൻ ഗവൺമെന്റിന് നമ്മൾ പൂർണ്ണ ക്രെഡിറ്റ് കൊടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ BJP പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ പരാജയം BJP പോലെയുള്ള ഒരു പാർട്ടിയെ 24 വർഷമായി ഈ സംസ്ഥാനം രൂപീകൃതമായ ശേഷം 20 വർഷവും ഭരിച്ച പാർട്ടിക്ക് ഇതുപോലൊരു അടിയറവ് പറയേണ്ടി വരുന്നു എന്നുള്ളത് NDAയുടെ ജാർഖണ്ഡിലെ എല്ലാ സംഘടനാത്മകമായ അവരുടെ പദ്ധതികളെയും പൊളിച്ചെഴുതുന്ന രീതിയിലുള്ളതാണ്. അതിനാൽ BJPക്ക് ആദിവാസികളെ തിരിച്ച്, പ്രത്യേകിച്ച് സിംഗ്ഭൂം മേഖലയിലെ ആദിവാസികളെ, സൗത്ത് ഛോട്ടാനാഗ്പൂർ മേഖലയിലെ ആദിവാസികളെ തിരിച്ചു പിടിക്കേണ്ട വലിയ ഒരു വെല്ലുവിളി അവരുടെ മുന്നിൽ നിൽക്കുന്നു. അത് ഇനി അടുത്ത 5 വർഷം എങ്ങനെ അവർ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് BJPയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. രാജീവ്. റൈറ്റ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഇവിടെ ഷാജി ജോസഫ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഭിന്നിപ്പിച്ച് വളരെ
വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ, അത് എല്ലാ കാലത്തും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കുറെ കൂടെ മൂർത്തമായി നടത്താനാണ് ജാർഖണ്ഡിൽ ശ്രമിച്ചത്. പക്ഷേ അവിടെ അത് പരാജയപ്പെടുന്നു. തൊട്ടിപ്പുറത്ത് മഹാരാഷ്ട്രയിൽ ഇതിൻ്റെ വേറൊരു രൂപം അരങ്ങേറുന്നുണ്ട്. വിദ്വേഷ പ്രസ്താവനകൾ, വെറുപ്പിൻ്റെ വിത്ത് വിതയ്ക്കൽ, ഇതൊക്കെ വളരെ സമർത്ഥമായിട്ട് മഹാരാഷ്ട്രയിൽ നടന്നത്. അവിടെ അത് വിജയം കാണുന്നുമുണ്ട്. അവിടെ ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന് ആ അധികാര തുടർച്ചയ്ക്കൊടുവിലാണ് ഈ ഡിവിസീവ് പൊളിറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വിജയം കാണുന്നത്. നമ്മൾ ഈ മറ്റേ വികസനത്തിൻ്റെ ഇൻഡെക്സൊക്കെ വെച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയുമായിട്ട് ഒരുപക്ഷെ താരതമ്യം പോലും ഇല്ലാത്തൊരു സംസ്ഥാനമായിരിക്കും ജാർഖണ്ഡ്. ഈ വൈരുദ്ധ്യം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലല്ല, ഇത് ബേസിക്കായിട്ട് ഇതില് ഈ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിന് അവിടെ അവിടെ ഈ കട്ടേക ബട്ടേക തുടങ്ങിയിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആയിട്ട് മഹാരാഷ്ട്രയിൽ വന്നപ്പോ ശ്രദ്ധേയമായ ഒരു കാര്യം, അവിടെ അജിത് പവാറും ഷിൻഡെ അടക്കമുള്ള ശിവസേനയുടെ നേതാക്കന്മാർ പോലും ആ മുദ്രാവാക്യത്തിനെതിരെ, BJPയുടെ യോഗി ആദിത്യനാഥ് മുന്നോട്ട് വെച്ചിട്ടുള്ള മുദ്രാവാക്യത്തിനെതിരെ ശബ്ദമുയർത്തിയിരുന്നു നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ആ BJP മുന്നണിയുടെ അകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു ഈ ജനക്ഷേമ പരിപാടികളുടെ ഒരു നരേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ ഹരിയാനയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ ഒരു തനി ആവർത്തനം, അതായത് വിശാലമായ അർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിനെ മാത്രം ആധാരമാക്കിയുള്ള ഒരു ക്യാമ്പയിൻ നടത്തുകയും ഈ ലോക്കൽ ലെവൽ ഇഷ്യൂസിനെ പൂർണ്ണമായിട്ടും വിസ്മരിക്കുകയും ഒപ്പം ഏറ്റവും വലിയ വോളിംഗ് നടക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷണൽ സംഭവം നടക്കുന്നത് നമ്മള് പോളിംഗ് ബൂത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന ആ പ്രവർത്തനത്തിലാണ്. ഇപ്പോ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പില് പൈസയുടെ ഒരു ആധിക്യം, പ്രത്യേകിച്ചും എങ്ങനെയാണ് BJP നേതൃത്വത്തിലുള്ള മുന്നണി ഏത് രീതിയിലാണ് ആൾക്കാരെ സാമ്പത്തിക പൈസ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതെന്നുള്ളതിന്റെ നേർതെളിവുകൾ എന്റെ പക്കൽ പോലും വന്നിട്ട്, നമ്മുടെ നാട്ടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു സിംഗിൾ വോട്ടിന് 5 അക്കത്തിലുള്ള പൈസ പോലും അവിടെ വിതരണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഈ ജാർഖണ്ഡും മഹാരാഷ്ട്രയും തമ്മിലുള്ള ഈ കമ്പാരിസൺ, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കമ്പാരിസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വലിയ രീതിയിൽ ശ്രദ്ധേയമാവാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോ അങ്ങനെ ഒരു പഠനം നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട, ഒരു പ്രത്യേകിച്ചും രാഷ്ട്രീയ നിരീക്ഷകർ നിലയിൽ നമ്മുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ചും കർഷക പ്രശ്നങ്ങളെല്ലാം വളരെ രൂക്ഷമായി എങ്ങനെ ഹരിയാനയിലും പഞ്ചാബിലും ഈ മോദി സർക്കാരിന്റെ കർഷക നയങ്ങൾക്കെതിരായിട്ടുള്ള വികാരമുണ്ടായോ, സമാനമായ രീതിയിലുള്ള വലിയ വികാരമുണ്ടായ സ്ഥലമാണ് മഹാരാഷ്ട്രയിൽ. ഇങ്ങനെയെല്ലാമുള്ള അഡ്വാൻറ്റേജിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് എങ്ങനെ കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങി, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി പരാജയം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ കോൺഗ്രസ് പക്ഷത്ത് നോക്കുകയാണെങ്കിൽ ശരത് പവാറിനെ പോലെ വളരെ സമഗ്രമായി രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് ചരിത്രമുള്ള, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും NCP എഴുതി തള്ളിയ സമയത്ത് ആ മഴയത്ത് നിന്ന് പ്രസംഗിച്ചിട്ട് വലിയ രീതിയിൽ ജനങ്ങളെയും തന്റെ പാർട്ടിയുടെ പ്രവർത്തകരെയും ഒക്കെ ആവേശം കൊള്ളിച്ച ശരത് പവാറിനെ പോലെയുള്ള ഒരു നേതാവിന്റെ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള അതിഭീകരമായ തിരിച്ചടി, ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് ശരത് പവാറിന് കരകയറാൻ പറ്റുമോ എന്നുള്ള വലിയ ചോദ്യം കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള ഒരു അർത്ഥത്തിൽ, സമഗ്രമായ അർത്ഥത്തിൽ ഒരു വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സാഹചര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഉരുത്തിരിഞ്ഞ സാഹചര്യത്തെ രാഷ്ട്രീയമായി വേണ്ട രീതിയിൽ അതിനെ കണക്കിലെടുക്കാതെ, അതിനെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോയതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പറയുമ്പോഴേ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കർഷകരുടെ പ്രശ്നം, തൊഴിലില്ലായ്മ, അങ്ങനെ തുടങ്ങി ഈ സവിശേഷമായ എല്ലാ പ്രശ്നങ്ങളും, അതുപോലെ ഭരണത്തിനെതിരായ വികാരം, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. മഹാരാഷ്ട്രയിൽ ഇതൊക്കെ ശക്തമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജ് ഒരുപക്ഷെ മഹാവികാസ് അഘാഡിക്ക് ഉണ്ടാകും എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ
മാറ്റി തീർക്കാൻ പാകത്തിലുള്ളത് ഈ സാമ്പത്തികമായ തിരിമറികൾ മാത്രമാണോ, അതോ ഗ്രൗണ്ട് ലെവലിൽ വലിയ തോതിലുള്ള ഇടപെടൽ ഈ മഹായുതിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്ര മാത്രം ശക്തമായ ഇടപെടൽ അതുണ്ടായിട്ടുണ്ടോ? അത് സത്യത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിന് പോയിട്ടുള്ള എനിക്ക് പൂർണ്ണമായിട്ട് മഹാരാഷ്ട്രയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിന് പോയിട്ടുള്ള ഈ വളരെ കൃത്യമായിട്ടും രാഷ്ട്രീയ കാര്യങ്ങളെ കൃത്യമായി പഠിക്കുകയും മിക്കവാറും എല്ലാ തിരഞ്ഞെടുപ്പുകളും കൃത്യമായിട്ട് പ്രവചിക്കുകയും ചെയ്തിട്ടുള്ള എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള അനുരണനങ്ങൾ BJP നേതൃത്വത്തിലുള്ള മുന്നണിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിനകത്തും ഒരുപാട് പടല പിണക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അതിന്റെ മൈക്രോ മാനേജ്മെന്റ്, അതായത് തെരഞ്ഞെടുപ്പുകളെ ആത്യന്തികമായി കൈകാര്യം ചെയ്യേണ്ട ആ വോട്ടിംഗ് ദിവസത്തെ പ്രവർത്തനം, അതിന്റെ തൊട്ടു മുന്നുള്ള ദിവസങ്ങളിലെ പ്രവർത്തനം, ഇത്തരം കാര്യങ്ങളിലെല്ലാം മഹാവികാസ് അഘാടി മൊത്തത്തിൽ ഒരു പരാജയമായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് വിധത്തിലാണ് ശിവസേനയെ പിളർത്തിയത്, ഏത് വിധത്തിലാണ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ NCPയെ പിളർത്തിയത് BJP, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ ശിവസേനയുടെ ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി വെച്ചുകൊണ്ടാണ് ഇത്രയും നാളും ഭരണം നടത്തിയത്. ഇനിയിപ്പോൾ BJP ആണ് ഈ മഹായുതിയിലെ അല്ലെങ്കിൽ NDAയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദം ഉന്നയിക്കാം. ഈ ചെറിയ പാർട്ടികൾ, അതായത് അവരുടെ കാഴ്ചപ്പാട്, BJPയുടെ കാഴ്ചപ്പാടിൽ ഈ ചെറിയ പാർട്ടികൾ ഇവരെ ഇനിയും പിളർത്തി BJPയുടെ ഭാഗമാക്കി BJP ഒറ്റയ്ക്ക് ഭരിക്കുക എന്നൊക്കെ പറയുന്നത് BJPയെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമല്ല. അതായത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശിവസേന, അതുപോലെ NCP, ഇത്തരം പാർട്ടികളുടെ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ളൊരു ഫലമായി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണണോ? അത് പറയാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും BJPയുടെ ആത്യന്തികമായ സ്ട്രാറ്റജി ശിവസേന, അജിത് പവാർ, NCP എന്നീ പാർട്ടികളെ വീണ്ടും പുലർത്തുകയും ഇതിന്റെ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തുകയും അതിന് കൂടെയുള്ള ആൾക്കാരെ BJPയിലേക്ക് കൊണ്ടുവന്ന് BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും BJPയുടെ അടുത്ത സ്ട്രാറ്റജി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെയാണ് ഈ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞ NCP, ശരത് പവാർ ആയാലും അജിത് പവാർ ആയാലും ആ പാർട്ടിയുടെ സ്ട്രക്ചറിനകത്തുള്ളതായിട്ടുള്ള സപ്പോർട്ട് ബേസ്, ആ പാർട്ടിയുടെ പിന്തുണാ സ്രോതസ്, അത് വളരെ വ്യതിരിക്തമായിട്ടുള്ള ഒരു പിന്തുണാ സ്രോതസ്സാണ്. ആ പിന്തുണാ സ്രോതസ്സിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള സംഘടനാ സംവിധാനമോ ആശയ സംവിധാനമോ BJPയുടെ കയ്യിലില്ല എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. സമാനമായ രീതിയിൽ തന്നെ ശിവസേന ഷിൻഡെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ആയിക്കോട്ടെ, ഇവർക്കും വളരെ വ്യതിരിക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. ഈ സപ്പോർട്ട് ബേസിനെ പൂർണ്ണമായിട്ടും റിയൽ പൊളിറ്റിക്സിന്റെ തലത്തിലുള്ള ഗെയിംസ് കൊണ്ട് മാത്രം മറികടക്കാൻ പറ്റുന്നതല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കക്ഷികളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം BJPക്ക് ഭരണത്തിൽ തുടരാൻ. പക്ഷേ BJPക്ക് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം ഉറപ്പെന്തെന്ന് വെച്ചാൽ ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള വിടവ് വളരെ കുറവായിരുന്നെങ്കിൽ, ഇപ്പൊ ശരത് പവാറിനെ പോലെയുള്ള ഒരു നേതാവ് എളുപ്പത്തിൽ ചെയ്യുമായിരുന്നൊരു കാര്യം അജിത് പവാറിനെ വിളിച്ച് അജിത് പവാറെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടാൽ NCP മൊത്തമായിട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഓഫർ അജിത് പവാറിന് നൽകി അജിത് പവാറിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ശരത് പവാറിനെ പോലെയുള്ള രാഷ്ട്രീയ രംഗത്ത് ഏറെ കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ചെയ്യാനുള്ള നമ്പേഴ്സ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് തീർത്തും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ വലിയ ഗെയിംസിൽ എങ്ങനെയാണ് BJPക്കെതിരായിട്ടുള്ള വികാരം അജിത് പവാർ NCPക്കകത്തും ഷിൻഡെ ശിവസേനയ്ക്കകത്തും ഉണ്ടായി വരുന്നത്, തീർച്ചയായും ഈ രണ്ട് നേതാക്കന്മാരെ, അജിത് പവാറിനെയും ഷിൻഡെയെയും, അവര് സിറ്റിംഗ് ഡക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കക്ഷികളാണ്. അവരെ എപ്പോ വെടിവെച്ച് ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. തീർച്ചയായും സിറ്റിംഗ് ഡക്സ് ആണ്. പക്ഷേ അവർ സിറ്റിംഗ് ഡക്സ് ആണെങ്കിൽ പോലും അവരുടെ സപ്പോർട്ട് ബേസ് പൂർണ്ണമായിട്ടും BJPയുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയോ കീഴടങ്ങുകയോ ചെയ്തതായിരിക്കില്ല എന്നാണ്
എന്റെ ഈ സമയത്തുള്ള എന്റെ വിലയിരുത്തൽ. അതിനെ എങ്ങനെ BJP മറികടക്കുന്നു എന്ന് കണ്ട് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. റൈറ്റ്. ഷാജി ജോസഫ്, ജാർഖണ്ഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് JMM, കോൺഗ്രസ്, RJD, CPI, ML ഇത് ചേരുന്ന ഒരു സഖ്യം അവിടെ തുടർന്നു വന്നിരുന്നതാണ്. ആ സഖ്യവും വിള്ളലുകളൊന്നും കൂടാതെ തുടരും എന്നുള്ള കാര്യത്തിലും വേറെ കൺഫ്യൂഷനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജാർഖണ്ഡിനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിശകലനത്തിൽ നിന്ന് വിട്ടിട്ട് താങ്കളെ ഒന്ന് മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ ഷിൻഡെ നേതൃത്വം നൽകുന്ന, ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന ശിവസേന, അജിത് പവാർ നേതൃത്വം നൽകുന്ന NCP, BJP അവിടെ വലിയ ഒറ്റക്കക്ഷിയാണെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്കില്ല. ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണയോടുകൂടി മാത്രമേ അവർക്ക് ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഷിൻഡെയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ആ ശിവസേന വിഭാഗത്തെ പൂർണ്ണമായും തൃപ്തരാക്കിക്കൊണ്ട് മുന്നണിക്കുള്ളിൽ നിർത്താൻ പറ്റുമോ BJPക്ക്? അതുപോലെ അജിത് പവാറിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ആ NCP വിഭാഗത്തെ മുഴുവനായി തൃപ്തിപ്പെടുത്തി നിർത്താൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ പിളരുക എന്ന് പറയുന്നത് അത്ര വൈകി സംഭവിക്കുന്നൊരു കാര്യമായിരിക്കുമോ, അതോ വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന കാര്യമായിരിക്കുമോ? ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന കാലത്ത് രാജീവ് പാർട്ടികളെ പിളർത്തുക, തളർത്തുക എന്ന് പറയുന്നതൊക്കെ ഒരു ഇടതുകൈ പ്രയോഗം മാത്രമാണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തിനുള്ളിൽ കണ്ടു കഴിഞ്ഞു അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തോട് ചേർന്ന് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ അവർക്ക് മുൻപിൽ ഉണ്ടായിരുന്നെങ്കിൽ, അത് ഷിൻഡെ ആണെങ്കിലും അജിത് പവാർ ആണെങ്കിലും, ആ ഒരു തലത്തിലേക്ക് തങ്ങൾ ആവശ്യപ്പെടുന്ന പങ്കാളിത്തം BJPയോടൊപ്പം ലഭിക്കാതെ വന്നാൽ അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവർ രണ്ടു കൂട്ടരും കൂടി ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനോടൊപ്പം ചേർന്ന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു നീക്കം നടത്താനുള്ള സാധ്യത പൂർണ്ണമായും ഞാൻ തള്ളിക്കളയുകയാണ്. ഇതിന്റെ കാരണം, എന്ത് കാരണങ്ങൾ കൊണ്ടാണോ BJPയിൽ നിന്ന് അടർന്നു മാറി അല്ലെങ്കിൽ NDAയിൽ നിന്ന് അടർന്നു മാറി പ്രതിപക്ഷത്തേക്ക് കയറി കളം മാറ്റി ചവിട്ടേണ്ടി വരുന്നത്, ആ ആവശ്യങ്ങളെ ഉൾക്കൊള്ളാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. അത് മുഖ്യമന്ത്രി പദമാണെങ്കിലും തങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റ് ഡിമാൻഡ്സുകൾ ഫുൾഫിൽ ചെയ്യാനാണെങ്കിൽ പോലും അവർക്കതിന് സാധിക്കില്ല. കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഉദ്ധവ് താക്കറെ ആണെങ്കിലും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ഇതുവരെ അവർ നേരിട്ടിരിക്കുന്ന ഇത്രയും വലിയ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നതിന് പകരം ഇനിയും ഒരു മുച്ചിട്ട് കളിക്ക് തയ്യാറാകും, അല്ലെങ്കിൽ ഒരു പഴയ നമ്മൾ പറയാറുള്ള കിലിക്കക്കുത്ത് കളിക്കൊന്നും ഇനി അവർ തയ്യാറാകില്ല. കാരണം മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അവരുടെ ആവശ്യമെന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ആണ്. എന്നാൽ അതൊരു BJP ഗവൺമെന്റ് ആകണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധമില്ല എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷം നേടിയെങ്കിൽ പോലും ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന, അവിഭാജ്യ ശിവസേന മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ബലം പിടിക്കുകയും അങ്ങനെ NDAയിൽ ഒരു നെടുവേ ഒരു പിളർപ്പുണ്ടാകുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരു നീക്കം ഇവിടെ നടക്കരുത്. ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് തന്നെ മഹാരാഷ്ട്ര പോലുള്ള ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായ ഇന്ത്യയിലെ എല്ലാ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസിന്റെ ഒരു ഹബ്ബായി മാറിയിരിക്കുന്ന മുംബൈ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിൽ വേണമെന്ന് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇവിടെ അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വീഴ്ചയ്ക്ക് ശേഷം NDAക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് MVAയുടെ ഭാഗത്ത് തന്നെയാണ്, മഹാവികാസ് അഘാഡിയുടെ ഭാഗത്ത് തന്നെയാണ്. നമ്മൾ ഓർക്കണം, നോമിനേഷന്റെ അവസാനത്തെ ഡേറ്റ് വരെ എന്താണ് മഹാവികാസ് അഘാഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ ഒന്നും സംഭവിച്ചില്ലെന്നല്ല. പക്ഷേ ഇതൊക്കെ ആയിട്ടും ജനങ്ങളെ കൃത്യമായി കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ മഹാവികാസ് അഘാഡിക്ക് സാധിച്ചില്ല. ഇവർ ഉദ്ധവ് താക്കറെയും ശരത് പവാറും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് നിൽക്കുമ്പോൾ പോലും അവർക്കിടയിൽ
അഭിപ്രായ ഭിന്നതയുടെ ഭിത്തികൾ ഉയർന്നു നിൽക്കുന്നു എന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പുറത്ത് BJP-യുടെ തന്ത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം തങ്ങളുടെ കയ്യിൽ വന്ന ഭരണം നഷ്ടപ്പെട്ടപ്പോഴും അവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സാധാരണ ഏത് സംസ്ഥാനത്തും തദ്ദേശ പാർട്ടികളോടൊപ്പം ചേർന്ന് ആ തദ്ദേശ പാർട്ടികളെ വിഴുങ്ങി ആ സംസ്ഥാനത്തെ ഭരണത്തിലെ ആദ്യത്തെ കക്ഷിയാകാനുള്ള BJP-യുടെ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ ഏതാണ്ട് വിജയിച്ചു എന്ന് ഇന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് BJP-ആണ്. നമ്മൾ ഓർക്കണം, ബാലാസാബ് താക്കറെയുടെ കാലത്ത് ബാലാസാബ് താക്കറെ വരയ്ക്കുന്ന വഴിയിലൂടെ അല്ലെങ്കിൽ അതേ വരയിലൂടെ ആ രേഖയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പാർട്ടിയാണ് BJP. അത് പ്രമോദ് മഹാജൻ ആണെങ്കിലും അതിനുശേഷം വന്ന BJP-യുടെ നേതാക്കളാണെങ്കിലും കൃത്യമായി ശിവസേന വരച്ച രേഖയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നവരാണ്. ഇന്ന് BJP ആ ചരിത്രം മാറ്റി എഴുതിയിരിക്കുന്നു. അതിനുവേണ്ടി അവർക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. പക്ഷേ ഫട്നവിസിനെ ഉപമുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു, മുഖ്യമന്ത്രിയായിരുന്നയാളെ. അതുപോലെ തന്നെ ഷിൻഡയെ ശിവസേന പുലർത്തി ഷിൻഡയെ കൂടെ കൊണ്ടുവന്നു, അജിത് പവാറിനെ കൂടെ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടും അവർ വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ അതിന് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. പക്ഷേ BJP മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുവരുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം, മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയം, അത് മഹാരാഷ്ട്രയിൽ സെക്കുലർ ഫോഴ്സസിനെ ഒന്നിച്ചു നിർത്തേണ്ട ഒരു മുദ്രാവാക്യമായി മാറും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് വലിയ താമസമില്ലാതെ. നമുക്കറിയാം, ബട്ടേഗത്തോ കട്ടേക എന്ന മുദ്രാവാക്യം വന്നപ്പോൾ എങ്ങനെയാണ് അജിത് പവാർ പ്രതികരിച്ചതെന്ന് നമുക്കറിയാം. അതിനെ ഷിൻഡെ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ 2 ചെറിയ കക്ഷികളുടെയും, ഇന്നിപ്പോൾ നമ്മൾക്ക് അവരെ ചെറിയ കക്ഷികളെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മുന്നണിയിൽ, ഈ NDA മുന്നണിയിൽ അവർ 2 പേരും ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ രാജീവ്, നമ്മൾ കാണേണ്ടത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം ഇനി BJP-യുടെ നേതൃത്വത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത്. ശിവസേനയുടെ 2 ഫാക്ഷൻ ഈ BJP വരയ്ക്കുന്ന വരയിലൂടെ ഇനി മുന്നോട്ട് പോകേണ്ടി വരും. അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, BJP-യുടെ നേതൃത്വത്തിലുള്ള ഈ സഖ്യത്തിൽ വരുന്ന NCP അജിത് പവാർ വിഭാഗവും ശിവസേന ഷിൻഡെ വിഭാഗവും BJP-യുമായുള്ള ബന്ധങ്ങൾ അധികം നാള് വളരെ മൃദുലമായി സോഫ്റ്റായി കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഈ 2 കക്ഷികളെയും എത്രയും വേഗം പൂർണ്ണമായി വിഴുങ്ങാനുള്ള നീക്കം BJP നടത്തും. അതിന്റെ ആദ്യത്തെ നീക്കം മുഖ്യമന്ത്രി പദം ദേവേന്ദ്ര ഫട്നവിസിനെ ഏൽപ്പിക്കണമെന്നുള്ള BJP-യുടെ ആവശ്യം രാഷ്ട്രീയപരമായി നോക്കിയാൽ, സംഖ്യാബലം കൊണ്ട് നോക്കിയാൽ ശരിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അതായിരിക്കും ഈ 2 ചെറിയ കക്ഷികളെ വിഴുങ്ങാനുള്ള BJP നടത്തുന്ന ആദ്യത്തെ നീക്കത്തിന്റെ ഭാഗം അത് തന്നെയാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, BJP ആത്യന്തികമായി ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കുക എന്ന നീക്കം, അതിന് അജിത് പവാറിനെയും പോലുള്ള നേതാക്കൾക്ക് ഇപ്പോൾ ഇതിൽ ഒരു കക്ഷി മാത്രം വിട്ടുപോയിട്ട് കാര്യമില്ലല്ലോ. എങ്കിൽ പോലും ഭരണത്തിൽ നിന്ന് BJP-യെ പുറത്താക്കാൻ സാധിക്കില്ല. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഇതിലേതെങ്കിലും ഒരു കക്ഷിയെ മാത്രം ഹാപ്പിയാക്കി നിർത്തിയാലും, സന്തോഷമാക്കി നിർത്തിയാലും അവരുടെ ഭരണത്തെ അത് ബാധിക്കില്ല. എന്ത് നീക്കമുണ്ടായാലും ബാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അജിത് പവാർ ഏതായാലും ഉടൻ ഇതിൽ നിന്ന് മാറില്ല. കാരണം ഈ ഗവൺമെന്റിൽ നിന്നുകൊണ്ട് വേണം ശരത് പവാറുടെ നേതൃത്വത്തിലുള്ള തന്റെ രാഷ്ട്രീയത്തിന്റെ ഏതാണ്ട് അവസാന കാലഘട്ടത്തേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP-യെ പിടിച്ചെടുക്കാനുള്ള, ഇനിയും എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ പിടിച്ചെടുക്കാനുള്ള ഒരു സൗകര്യവും സന്ദർഭവുമായി ഈ വരുന്ന ഗവൺമെന്റിന്റെ തന്റെ പാർട്ടിസിപ്പേഷൻ അദ്ദേഹം ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയം, അതാണ് ഇനിയുള്ള രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്ന ഒരു സാഹചര്യം. ഷിൻഡെയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ് താക്കറെയുമായി ഒരു അനുരഞ്ജനത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ BJP-യെ വിട്ട് ഉദ്ധവ് താക്കറെ നേതൃത്വത്തിൽ മാറി നിന്ന് ബാലാസാബ് താക്കറെ എങ്ങനെയാണോ ശിവസേനയെ നടത്തിക്കൊണ്ടിരുന്നത്, ഒരു പിതാമഹനായി മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ ശിവസേന ഒന്നിക്കുകയും BJP-യെ നേരിടാൻ ഒരിക്കൽ കൂടി
ശിവസേന ഒന്നിച്ചുണ്ടാകും എന്നതിലും എനിക്ക് വലിയ സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു നീക്കം നടത്തുന്നതിന് മുൻപ് വരെ ഷിൻഡെ പക്ഷത്തിന്റെ കൈയും കാലും നാവും അറുത്തു മാറ്റാനുള്ള എല്ലാ നീക്കങ്ങളും BJP-യുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതിലും എനിക്ക് സംശയമില്ല രാജീവ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം നാഷണൽ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്? കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്ന നരേന്ദ്രമോദിക്ക് മഹാരാഷ്ട്രയിലെ ഫലം ഒരുപക്ഷെ വലിയ കരുത്തേകുന്ന ഒരു ഘടകമാണല്ലോ. അല്ല, ഇതിലും ഒരുപാട് തലങ്ങളുണ്ട്, ഇതിൽ ഒരുപാട് ന്യൂവാൻസസ് ഉണ്ട്. അതായത് ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും ഫലം തീർച്ചയായും മോദിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടുന്നുണ്ട്. മോദിയെ ദേശീയ തലത്തില് വളരെ അദ്ദേഹത്തിന് BJPക്ക് അകത്തുനിന്നും സംഘപരിവാറിനകത്തുനിന്നും അദ്ദേഹത്തിന് നേരെ വന്നുകൊണ്ടിരുന്ന, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഫോഴ്സസിനെ അത് ദുർബലപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള യോഗി ആദിത്യനാഥാണ്. അപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം അവിടുത്തെ മുസ്ലിം വോട്ടുകൾ പോൾ ചെയ്യുന്നൊന്നും തടഞ്ഞിട്ടില്ല മിക്കവാറും സ്ഥലങ്ങളിൽ. പക്ഷെ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ വ്യാപകമായി അദ്ദേഹം മുസ്ലിം വോട്ടുകൾ എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിനും തോക്കാൻ പറ്റൂല. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനും കൃത്യമായ നല്ല റിസൾട്ട് ഉണ്ടാവണം. അവിടുത്തെ ട്രെൻഡ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. എന്നാലും ഈ തെരഞ്ഞെടുപ്പില് യോഗിക്ക് ഒരു നെഗറ്റീവായിട്ട് റിസൾട്ട് ഉണ്ടാകാൻ പറ്റില്ല. മഹാരാഷ്ട്രയും ജാർഖണ്ഡും BJP സഖ്യം ഇവിടെ തോറ്റിരുന്നുവെങ്കിൽ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നുവെങ്കിൽ തീർച്ചയായും മോദിയുടെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലാവുമായിരുന്നു. അപ്പൊ തീർച്ചയായും ഒരു ഓവറോൾ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മോദി ബൗൺസ് ബാക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. പ്രത്യേകിച്ചും RSSുമായിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായും ഓവറോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി അമിത്ഷാ ദ്വന്ദ്വത്തിനുണ്ടായിട്ടുള്ള ക്ഷീണം, ആ ക്ഷീണം അത് ഒരുപക്ഷെ അവർ പാതി വഴിയിൽ ഇറങ്ങിപ്പോകുന്നതിലേക്ക് പോലും നയിക്കാം എന്നൊക്കെയുള്ള ചിന്തകളും അതുപോലെയുള്ള പ്രൊജക്ഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രൊജക്ഷൻസൊക്കെ തൽക്കാലത്തേക്ക് ഒരു 6-7 മാസത്തേക്കെങ്കിലും വിരാമം ഇടുന്ന ഒരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും തെലുഗുദേശത്തിനും ജനതാദൾ യുണൈറ്റഡിനും ഇപ്പോഴും അവിടുത്തെ മോദിയുടെ കാലിനടിയിലെ കാർപ്പറ്റ് വലിക്കാൻ പറ്റുന്ന പാർട്ടികൾ തന്നെയാണ്. പക്ഷെ അവര് അങ്ങനെ ഒരു സമീപനം എടുക്കുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായും ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ മോദി ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്നും ഒരു നല്ല സ്ട്രെങ്ത്, അദ്ദേഹത്തിന് കച്ചിത്തുരുമ്പല്ല, അദ്ദേഹത്തിന് സാമാന്യം ഭേദപ്പെട്ട ഒരു പിടിവള്ളി തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഭാവിയിൽ ഈ സംഘപരിവാറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കി നിൽക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സഖ്യകക്ഷികളുമായുള്ള BJPയുടെ ബന്ധം എങ്ങനെയാണ് വളരുക എന്നുള്ളതും നോക്കേണ്ട ഒരു കാര്യമാണ്. റൈറ്റ്, ഞാൻ ഷാജി ജോസഫിലേക്ക് പോവുകയാണ്. ഷാജി ജോസഫ്, ഞാൻ നേരത്തെ സംസാരിക്കാൻ ശ്രമിച്ചത് ഇതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ശിവസേന എടുത്താലും NCP എടുത്താലും ഇവർക്ക് രണ്ടുപേർക്കും ഈ മറാഠ വികാരവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ശിവസേന ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറെ കൂടെ അക്രമാസക്തമായി ഉപയോഗിക്കാനാണ് ശിവസേന പലപ്പോഴും ശ്രമിച്ചു കണ്ടിട്ടുള്ളത്. മറ്റത് ശരത് പവാർ ആവട്ടെ കുറെ കൂടെ തന്ത്രപരമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടെ നമ്മൾ കണ്ടു. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ രണ്ടു കൂട്ടരുടെയും മാജിക്ക്, ഉദ്ധവ് താക്കറയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ ആ മാജിക്കും ശരത് പവാറിൻ്റെ ദീർഘകാലമായിട്ടുള്ള രാഷ്ട്രീയ മാജിക്, ഇത് രണ്ടും ഒരേ സമയം ഇല്ലാതായി പോയോ മഹാരാഷ്ട്രയിൽ? നോക്ക്, മഹാരാഷ്ട്രയുടെ കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു രൂപഭേദങ്ങളിലേക്ക് നമ്മൾ പോയാൽ, ബാലാസാഹബ് താക്കറെയുടെ കാലത്തെ മണ്ണിന്റെ മക്കൾ പ്രയോഗങ്ങൾ, അതിൽ പിടിച്ചു നിൽക്കാൻ അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കൃത്യമായി ശിവസേന മനസ്സിലാക്കിയിരുന്നു. കാരണം മുംബൈ ഠാനെ പോലുള്ള മേഖലകളിൽ കൃത്യമായി മഹാരാഷ്ട്രയിലേക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് കടന്നു വരുന്ന ആളുകളെ കൂടെ നിർത്താതെ മുന്നോട്ട് പോക്കും മുഖ്യമായും പരാജയത്തിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമായി മാറും എന്നുള്ളതിൽ അവർക്ക് സംശയങ്ങളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് രാജ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി കൃത്യമായിട്ട് ഒരു ഉത്തരേന്ത്യൻ ആളുകൾക്കെതിരെ നടത്തിയ നീക്കങ്ങളെ MNSന്റെ
മുദ്രാവാക്യത്തെ ശിവസേന ഉൾപ്പെടെ കൗണ്ടർ ചെയ്യുകയുണ്ടായി. അതിന്റെ അർത്ഥം ഈ മണ്ണിന്റെ മക്കൾ വാദം മറാഠകൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുമ്പോഴും ഇന്ത്യയുടെ കൊമേഴ്സ്യൽ ക്യാപിറ്റലായ മുംബൈയിൽ പോലും കൃത്യമായി കോൺഗ്രസ് ഉയർത്തുന്ന വെല്ലുവിളികളിൽ നിന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഡിവൈസീവായിട്ടുള്ള നീക്കങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ആ ഒരു പരിണാമത്തിന്റെ മാറ്റങ്ങളാണ്, ആ ഒരു പരിമാണമാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയുമായി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈകോർക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അതിനും ശിവസേന തയ്യാറായി, അതും BJP നേരിടുന്ന കാര്യത്തിൽ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ശരത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വടവൃക്ഷം, നേരത്തെ രാജീവ് സൂചിപ്പിച്ച കോഓപ്പറേറ്റീവുകളുടെ ഷുഗർ മില്ലുകളുടെ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ശരത് പവാർ മഹാരാഷ്ട്രയിലെ അധികാരത്തിൽ പ്രധാനമായും തന്റെ ഒരു പങ്കില്ല എങ്കിൽ ഇനി അങ്ങോട്ട് മറാഠവാദവുമായി മുന്നോട്ട് പോയാൽ അവിടെ രാഷ്ട്രീയ സ്വീകാര്യത കുറയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിന്റെ കാരണം കോൺഗ്രസിൽ നിന്ന് മാറി NCP രൂപീകരിച്ചതിന് ശേഷം മഹാരാഷ്ട്രയിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ കൂടെ നിർത്താൻ ഇനി അങ്ങോട്ട് ഈ നാരോ സ്ലോഗൻസ് കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നറിയാം. അങ്ങനെ മുന്നോട്ട് പോയാൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന് മുന്നിൽ താൻ തനിക്ക് അടിപതറുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. കാരണം കോൺഗ്രസ് മറ്റെല്ലാ സ്ഥലങ്ങളിലെ രാഷ്ട്രീയം പോലെ ഒരു വിഭജനാത്മകമായ ഒരു മുദ്രാവാക്യത്തിലൂടെ അല്ല രാഷ്ട്രീയം കളിക്കുന്നതെന്ന് കോൺഗ്രസിന്റെ മുൻപന്തിയിൽ നിന്നിരുന്ന കൃത്യമായി അദ്ദേഹത്തിന് ശരത് പവാറിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുള്ളിൽ നിന്നപ്പോഴുള്ള തന്റെ പ്രഭാവം ഇനിയും NCPയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മണ്ണിന്റെ മക്കൾ പ്രോ മറാഠ അങ്ങനെയുള്ള നീക്കങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് വളരെ കൃത്യമായിരുന്നു, സത്യമായിരുന്നു, അത് റിയാലിറ്റി ആയിരുന്നു എന്നതിന്റെ തെളിവാണ് 84 വയസ്സ് കഴിഞ്ഞപ്പോഴും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ഒരു വടവൃക്ഷം പോലെ ഇപ്പോഴും ആ രാഷ്ട്രീയത്തെ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് BJPയും ശരത് പവാർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ആക്റ്റീവായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നിടത്തോളം കാലം BJPയും വളരെ കരുതലോടെ തന്നെയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്. അപ്പോൾ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം, NCPയെ സംബന്ധിച്ചിടത്തോളം പഴയ മുദ്രാവാക്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ടൊരു നീക്കം ഇനി നടക്കില്ല. അതിനെ അവർ കൃത്യമായി ബറി ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അത് മഹാരാഷ്ട്രയുടെ ചേഞ്ചിങ് കളേഴ്സ്, മഹാരാഷ്ട്രയുടെ ഡെമോഗ്രഫിയിലെ മാറിക്കൊണ്ടിരിക്കുന്ന കെമിസ്ട്രി, ആ കെമിസ്ട്രി അവരെ അതിന് കമ്പൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല രാജീവ്. റൈറ്റ്. ഞാൻ ഒരിക്കൽ കൂടി ജാർഖണ്ഡിലേക്ക് പോവുകയാണ്. ജാർഖണ്ഡിൽ മഹാരാഷ്ട്രയ്ക്ക് തുല്യമായ പ്രാമുഖ്യം ഒരുപക്ഷെ BJPയുടെ കേന്ദ്ര നേതൃത്വം ജാർഖണ്ഡിനും നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പലകുറി പ്രചരണത്തിന് വന്നു, അമിത്ഷാ വന്നു. അവർ രണ്ടുപേരും ഏതാണ്ട് ഈ പറയുന്ന അതിർത്തി കടന്നെത്തുന്നവരെക്കുറിച്ചുള്ള സൂചനകൾ കൊടുത്തു. ഏതാണ്ട് പ്രത്യക്ഷമായ സൂചനകൾ. അവരെ സംരക്ഷിക്കുകയാണ് JMMൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ആയിട്ടും അവിടെ ഈ ഇന്ത്യ സഖ്യം വലിയ വിജയം നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ തിരഞ്ഞെടുപ്പ് ഫലം ഇനി വരാൻ പോകുന്നത് ബീഹാർ തിരഞ്ഞെടുപ്പാണ്. ഈ അതിനു മുമ്പ് ഡൽഹി വരും. ദേശീയ രാഷ്ട്രീയത്തിലേക്കും ബീഹാർ തെരഞ്ഞെടുപ്പിലേക്കും സവിശേഷമായി എന്ത് സൂചനകളാണ് JMMൽ നിന്നുള്ള ഫലം നൽകുക? രാജീവ്, അതൊരു നല്ല ചോദ്യമാണ്. കാരണം അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു ഡെലിബറേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് ഡിവൈസീവ് പാറ്റേൺസിലുള്ള മുദ്രാവാക്യങ്ങളും നയങ്ങളും പ്രഖ്യാപിച്ചാൽ അത്
എവിടെയാണോ അത് പ്രഖ്യാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെടുന്നത് ആ മണ്ണുമായി എത്രത്തോളം യോജിക്കുമെന്ന് ഇനി അങ്ങോട്ട് ബി ജെ പി പല പ്രാവശ്യവും ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ബി ജെ പി മനസ്സിലാക്കുന്നതും നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബീഹാറിൽ 2025 ഏതാണ്ട് ഒക്ടോബർ നവംബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതിനു മുൻപിൽ നടന്നാലും ആ കൃത്യസമയത്ത് നടന്നാലും, ബീഹാറിലേക്ക് ചെല്ലുമ്പോൾ കൃത്യമായി നിതീഷ് കുമാർ അവരോടൊപ്പം ഉള്ള ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നെങ്കിൽ ഇതുപോലുള്ള മുദ്രാവാക്യങ്ങളുമായി ഇനി മുന്നോട്ട് വരുമ്പോൾ ഒരു പ്രാവശ്യം കൂടി അവർ ആലോചിക്കും. കാരണം എല്ലാ ഘട്ടങ്ങളിലും നിതീഷിനോടൊപ്പം നിൽക്കുന്ന ഒരു മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് നിതീഷിനുണ്ട്. നിതീഷിനോടൊപ്പം നിൽക്കുന്ന ഈ അതായത് പ്രത്യേകിച്ച് നമ്മുടെ പൂർണിയ പോലുള്ള മേഖലകളിൽ, ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ, ആ മേഖലകളിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ, മതന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ ചേരി നിതീഷിനോടൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മുദ്രാവാക്യവുമായി നമുക്കറിയാം, ഈ കഴിഞ്ഞ ഇടയ്ക്ക് ബി ജെ പിയുടെ എം പി ഒരു എന്താ പറയുന്ന ഹിന്ദുക്കളുടെ ഹിന്ദു സ്വാഭിമാനി യാത്ര നടത്തിയ അതിനെ നിതീഷ് നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി. കാരണം അങ്ങനെ നടത്തുന്നതിലൂടെ ബി ജെ പി നിതീഷിന്റെ പ്രഭാവത്തെ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് എന്നും അതിന് നിന്നുകൊടുക്കില്ല എന്നും അസന്നിഗ്ധമായി നിതീഷ് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിഭജനാത്മകമായ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്നാൽ ബി ജെ പിക്ക് മാത്രമേ നേട്ടമുണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന നിതീഷ് ഇതിന് മുൻപ് നടന്ന 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിറാഗ് പാസ്വാനെ ഉപയോഗിച്ച് ജനതാദൾ യുണൈറ്റഡിനെയും നിതീഷിനെയും കട്ട് സൈസ് ചെയ്യാൻ നടത്തിയ നീക്കം നിതീഷിന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി അങ്ങനെ ഒരു നീക്കം നടത്താൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ തന്നെയായിരിക്കും നിതീഷിന്റെ നീക്കം. കാരണം ഇന്ന് നിതീഷിന്റെ ഗവൺമെന്റ് നിലനിൽക്കുന്നത് ബി ജെ പിയുടെ പിന്തുണയോടെയാണ് എങ്കിൽ പോലും ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നിലനിൽപ്പും ഏതാണ്ട് നിതീഷിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. അപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് ജാർഖണ്ഡിൽ ഉപയോഗിച്ച തന്ത്രങ്ങളോ മുദ്രാവാക്യങ്ങളോ നയങ്ങളോ പ്രഖ്യാപിക്കാൻ ബി ജെ പിയെ തയ്യാറാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിതീഷുമായി വേർപിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുമായി വേർപിരിഞ്ഞായിരുന്നല്ലോ, അതുപോലെ ഒരു ശ്രമം, ഒരു എക്സ്പെരിമെന്റിന് ബി ജെ പി തയ്യാറായാൽ ബീഹാറിൽ പ്രയോഗിക്കുന്നത് മതന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന അതിഭീകരമായ പ്രചരണമായിരിക്കും ബി ജെ പി നടത്താൻ പോകുന്നത്. പക്ഷേ NDA എന്ന് പറയുന്ന സഖ്യത്തിൽ നിതീഷ് കുമാർ ഉള്ളിടത്തോളം കാലം അധികമൊന്നും മുന്നോട്ട് പോയി ഹിന്ദുത്വ രാഷ്ട്രീയം കളിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല. പിന്നെ ബി ജെ പിക്ക് ഒരു കാര്യം അവർക്ക് ഓർമ്മയുണ്ട്, 2015 എന്ന് ലാലു പ്രസാദ് യാദവിനെയും നിതീഷ് കുമാറിനെയും ഒന്നിക്കാൻ അനുവദിച്ചോ? അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ കൊണ്ടുവന്നോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബീഹാറിൽ ഇറ്റ് വിൽ ബി 80 versus 20. 80% വരുന്ന ബാക്ക്വേർഡുകളും 20% വരുന്ന മുന്നോക്കക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലായി അത് മാറും. അപ്പോൾ അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന പരിണാമം എന്ന് പറയുന്നത് കൃത്യമായി ബി ജെ പിയെ, പണ്ട് നമുക്കറിയാം 111 സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി 42 സീറ്റിലേക്ക് ഇല്ലാതായി, അല്ലെങ്കിൽ 42 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇനി ബി ജെ പിക്ക് ബീഹാറിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബീഹാർ ഹാസ് ബിക്കം എ വെരി ഇമ്പോർട്ടന്റ് പൊളിറ്റിക്കൽ സ്കോറിംഗ് പോയിന്റ് ഫോർ ദ ബി ജെ പി. അതുകൊണ്ട് ഡൽഹിയിലാണെങ്കിലും ബി ജെ പി കരുതലോടെ തന്നെ നീങ്ങും. കാരണം പുതിയ തലമുറ ഉള്ള വോട്ടേഴ്സ്, അവർക്ക് ഈ വിഭാഗീയ മുദ്രാവാക്യങ്ങൾ അവർ അംഗീകരിച്ചു കൊടുക്കാറില്ല. ഇത് ബി ജെ പിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ വികസനത്തിന്റെ കവറിൽ പൊതിഞ്ഞ്
ഡൽഹി പോലുള്ള മെട്രോ സിറ്റികളിൽ അവതരിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത. അവിടെ ഖബർസ്ഥാനോ ഒന്നും സംസാരിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജാർഖണ്ഡിൽ പ്രയോഗിച്ച് എന്താ പറയുന്നത്, താരതമ്യേന വിദ്യാഭ്യാസ കാര്യങ്ങളിലും അറിവിന്റെ കാര്യങ്ങളിൽ പുറകിൽ നിൽക്കുന്ന ആദിവാസികൾക്കിടയിൽ പ്രയോഗിച്ചിട്ട് നടക്കാതെ പോയ ഒരു മുദ്രാവാക്യവും ഒരു നീക്കവും ബീഹാറിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ കൊണ്ടുപോകാൻ BJP തയ്യാറാകുമെന്ന് രാജീവ് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. ഞാൻ ഒറ്റ കാര്യം കൊണ്ട് ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് കോൺഗ്രസിൻ്റെ കാര്യം ഒന്ന് സവിശേഷമായിട്ട് എടുത്താൽ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിയുടെ ഭാഗമായിട്ട് മത്സരിച്ച് ഏതാണ്ട് 20-21 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു കോൺഗ്രസ്. ജാർഖണ്ഡിൽ JMMൻ്റെ കൂടെ മത്സരിച്ച്, പക്ഷേ അവരുടെ സംഘടനാശേഷി ദുർബലമാണെങ്കിൽ പോലും 14 സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെ സംഘടനാ ദൗർബല്യം നേരിടുന്നുണ്ട് കോൺഗ്രസ് ബീഹാറിലും. അപ്പോൾ ജാർഖണ്ഡിലെ വിജയം കോൺഗ്രസിന് ബീഹാറിലെ ഒരു വിലപേശൽ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ടോ? അതുപോലെ ഈ മഹാരാഷ്ട്രയിലെ പരാജയം, മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായ പരാജയം കുറെ കൂടെ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾക്ക് കോൺഗ്രസിനെ ഇനി പ്രേരിപ്പിക്കുമോ? എന്താണ് സംഭവിക്കുക? രാജീവ്, നമ്മൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടില്ലേ, യു ക്യാൻ ഫൂൾ എ മാൻ വൺസ് ബട്ട് നോട്ട് എവറി ടൈം. കോൺഗ്രസിന് ഇപ്പോൾ ജാർഖണ്ഡിൽ സംഭവിച്ചിരിക്കുന്നത്, കോൺഗ്രസ് വാസ് റൈഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ജാർഖണ്ഡ് മുക്തി മോർച്ച. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ബീഹാറിൽ 2020 70 സീറ്റുകൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങി 19 സീറ്റിലേക്ക് ഒതുങ്ങിക്കൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ആ തെരഞ്ഞെടുപ്പിൽ എമേർജ് ചെയ്ത രാഷ്ട്രീയ ജനതാദളിനെ പ്രതിപക്ഷത്തിരുത്താനുള്ള ഏറ്റവും വലിയ സംഭാവന നടത്തിയത് കോൺഗ്രസ് ആണ്. അങ്ങനെ ഒരു ഭയം ജാർഖണ്ഡിലും ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, 14 സീറ്റിൽ നിന്ന് അവർ ജയിച്ചു നിൽക്കുമ്പോൾ 30 സീറ്റിൽ മത്സരിക്കാൻ നിർബന്ധം പിടിച്ച അവരുടെ ആ ബുദ്ധി, അവർ 20 സീറ്റിൽ ഒതുങ്ങിയായിരുന്നെങ്കിൽ BJP നേരിടാൻ പോകുന്ന പരാജയം ഇതിലും എത്രയോ വലുതായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. 20 സീറ്റ് മാത്രം കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് ബാക്കി 10 സീറ്റിൽ ഇടതുപക്ഷ പാർട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ബർക്കട്ട പോലുള്ള സീറ്റുകളിൽ, അതായത് നോർത്ത് ഛോട്ടാ നാഗ്പൂർ ഉൾപ്പെടുന്ന സീറ്റുകൾ, ബഡക്കാഗാവ്, ബർക്കട്ട, ബർഹി, ഗിരിഡി ഇങ്ങനെയുള്ള മേഖലകളിലെ സീറ്റുകളിലൊക്കെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഈ മേഖലകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഫ്യൂഡലിസത്തിനെതിരെ ആളുകൾ ഒന്നിച്ച, പാവപ്പെട്ടവൻ ഒന്നിച്ച ചുവപ്പ് കൊടി ഉയർത്തിപ്പിടിച്ച മേഖലകളാണ്. ആ മേഖലകളിൽ ഇടതുപക്ഷ പാർട്ടികളെ CPIM-നെയും CPI-യെയും ഒരു സീറ്റെങ്കിലും നൽകി CPIM-നെയും കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്ന വിജയം BJP-യുടെ ടോട്ടൽ റൗട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു. അവിടെ വീഴ്ചയുണ്ടായത് 30 സീറ്റിൽ മത്സരിക്കണമെന്നുള്ള കോൺഗ്രസിന്റെ അനാവശ്യമായ നിർബന്ധ ബുദ്ധിയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞല്ലോ, 2020 ബീഹാർ ആയിരിക്കണം ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. JMM ഭരണത്തിൽ നിന്ന് വെളിയിൽ പോകേണ്ടി വന്നാൽ, ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രയാണത്തിൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിക്കാൻ വേണ്ടി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഏത് പകലും രാത്രിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ആവർത്തിക്കുമ്പോഴും അവരെ ഉലച്ചുകൊണ്ടിരുന്ന ഏക ചിന്ത, ഈ മുന്നണിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാപിച്ച് ഈ മുന്നണിയുടെ നേതൃത്വത്തിലൂടെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ എത്തിക്കുക എന്ന ഒരു അവരുടെ ആത്യന്തികമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിരുന്നു അത്. അവിടെയാണ് നിതീഷ് കുമാർ നാഷണൽ കൺവീനർ ഓഫ് ദി ഇന്ത്യ അലയൻസ് ആക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിനെതിരെ ഉള്ള നീക്കങ്ങൾ ഉണ്ടായത്. ആ നീക്കങ്ങളുടെ പരിണിത ഫലമാണ് എന്ത് സംഭവിച്ചത്? നിതീഷ് കുമാർ തിരിച്ച്
NDAയിലേക്ക് പോയത്. ഇല്ലായിരുന്നെങ്കിൽ ബീഹാറിലെ 40 ലോക്സഭാ സീറ്റിൽ 5 സീറ്റ് ഒഴികെ മറ്റു മുഴുവൻ സീറ്റുകളും സ്വീപ്പ് ചെയ്തേനെ ഇന്ത്യ മുന്നണി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ അവിടെ ചെറിയൊരു ദൗത്യം ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നതാണ് അവരുടെ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകേണ്ടത് ആവശ്യമാകാം. പക്ഷേ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് ഇന്ത്യൻ പാർലമെന്റിൽ പിന്തുണ പൂർണ്ണമായും ഉണ്ടായെങ്കിൽ മാത്രമല്ലേ അത് സാധിക്കുകയുള്ളൂ. അതിനു പകരം തുടക്കത്തിലെ രാഹുൽ ഗാന്ധിയെ എടുത്ത് മുന്നിൽ നിർത്തി പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ കസേരയിൽ ആയിരിക്കാൻ പാടില്ല രാഹുൽ വരുന്നത് വരെ എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ വലിയ പള്ളി പണിയുമ്പോൾ അതിനുള്ളിൽ കുരിശുപള്ളി പണിയുന്ന ഒരു സ്വഭാവം, അതാണ് ഈ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പഴയ കാലത്ത് വലിയ പ്രതാപത്തിലായിരുന്നു ബീഹാറിൽ. ഇന്നത്തെ ജാർഖണ്ഡിൽ, ദക്ഷിണ ബീഹാറിൽ മാത്രമാണ് കോൺഗ്രസിന് പരുവക്കേടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ ജാർഖണ്ഡ് സംസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുഷ്കിച്ച് ചില നേതാക്കൾ മാത്രമുള്ള ഒരു പാർട്ടിയായി മാറുകയാണ്. ഇപ്പോൾ ഈ ജയിച്ചു എന്ന് പറയുന്ന 14 പേരിൽ ഏതാണ്ട് പകുതി പേരും സ്വതന്ത്രരായി മത്സരിക്കാൻ തയ്യാറായിരുന്നവരാണ്. കാരണം അവരിലേക്കാണ് കോൺഗ്രസ് അഭയം പ്രാപിക്കുന്നത്. അവരൊന്നും കോൺഗ്രസിലേക്കല്ല അഭയം പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നേതാക്കളെ പ്രാദേശികമായി പ്രാമുഖ്യമുള്ള ജനപിന്തുണയുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് സീറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അങ്ങനെ എത്ര പേരെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഞാൻ അതിന് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ലാത്തേഹാറിനടുത്ത് മണിക്ക എന്ന് പറയുന്ന ഒരു സീറ്റുണ്ട്. അവിടെ കോൺഗ്രസിന്റെ രാംചന്ദർ സിംഗ് ആണ് മുന്നിൽ നിൽക്കുന്നത്. ഈ രാംചന്ദർ സിംഗ് നേരത്തെ BJPയിൽ ഉണ്ടായിരുന്ന ആളാണ്. BJPയിൽ നിന്ന് ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ ഇതിന് മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ BJP വിട്ട് ആ മേഖല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജാതികൾക്ക് വലിയ പിന്തുണയും പ്രഭാവമുള്ള മേഖലയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ടിക്കറ്റ് അദ്ദേഹം നേടിയെടുത്തത് കൊണ്ടാണ് ആ സീറ്റ് കയ്യിലേക്ക്, അല്ലെങ്കിൽ യമുന സിംഗ് എന്ന് പറയുന്ന BJPയുടെ നേതാവായിരുന്നു അവിടുത്തെ ആള്, അവിടുത്തെ MLA. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അനാവശ്യമായി ഒരു മുന്നണിയെ തകർക്കാൻ ഉതകുന്ന രീതിയിലുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്മാറിയാൽ ബീഹാറിലും ഈ വരുന്ന 2025 തെരഞ്ഞെടുപ്പിൽ BJPയെ നേരിടുന്ന കാര്യത്തിൽ RJDക്ക് ശക്തമായി തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ കോൺഗ്രസ് ചെയ്യേണ്ടത്, നമ്മുടെ യുദ്ധം BJPക്ക് എതിരാണ്, BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം എന്ന ഒരു വിശ്വാസത്തിലേക്ക് കോൺഗ്രസിന്റെ സംഘടനയെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ ശീർഷ നേതൃത്വത്തിനുണ്ട്. അല്ലാതെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ അവരുടെ അഭിലാഷങ്ങളും അവരുടെ താല്പര്യങ്ങളും സീറ്റുകൾ കൂടുതലായി നേടിയെടുത്ത് തങ്ങൾ, ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. പാക്കി എന്ന് പറയുന്ന ഒരു സീറ്റ്, ജാർഖണ്ഡിലെ സീറ്റ്, അവിടെ ഇന്ന് BJP ജയിച്ചു. ഒരു കാരണവശാലും BJP ജയിക്കാൻ പാടില്ലാത്ത സീറ്റാണത്. ബിട്ടു സിംഗ് എന്ന് പറയുന്ന പഴയ RJDയുടെ MLA ആയിരുന്ന വിദേശ് സിംഗിന്റെ മകനാണ് ബിട്ടു സിംഗ്. ആ മണ്ഡലത്തിൽ വലിയ പിന്തുണയുള്ള ആളാണ്. പക്ഷെ അവിടെ സീറ്റ് കൊടുത്തില്ല. കോൺഗ്രസിന്റെ സീറ്റ് പുള്ളിക്ക് കിട്ടിയില്ല, അദ്ദേഹത്തിന് കിട്ടിയില്ല. അതിന്റെ കാരണം അവിടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അവരെ ഏതാണ്ട് പിന്തുണച്ചുകൊണ്ട് എല്ലാവിധ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കോൺട്രാക്ടർ ഉണ്ടായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷനിലാണ് സീറ്റ് കൊടുത്തത്. അപ്പോൾ ബിട്ടു സിംഗ് അവിടെ സ്വതന്ത്രനായി മത്സരിച്ചു. കോൺഗ്രസിന് അവിടെ പച്ച പിടിക്കാൻ സാധിച്ചില്ല. അവിടെ ഇന്ന് BJP ജയിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിലും സംഭവിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഇത്രയും 81 സീറ്റുകളുള്ള ഒരു നിയമസഭയിൽ 30 സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി നേടിയെടുത്തിട്ട് അതിൽ 14 സീറ്റുകൾ മാത്രം നേടി ബാക്കി 16 സീറ്റുകളിൽ BJPയുടെ വിജയം ഉറപ്പിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 81 സീറ്റുകളുള്ള ഹൗസാണെന്ന് ഓർക്കണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് പ്രാദേശിക നേതൃത്വത്തെ വരിഞ്ഞുകെട്ടി തങ്ങളുടെ പഴയകാല പ്രതാപത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ഏതാണ്ട് ഒരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നടത്തുന്ന നീക്കങ്ങളെ ഞാൻ പറഞ്ഞല്ലോ, തേജസ്വി യാദവ് 2020 2024 ഹേമന്ത് സോറൻ ആണെങ്കിലും മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വിഭജിക്കപ്പെട്ടാൽ താങ്കൾ പരാജയപ്പെടും എന്ന ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. കാരണം ഒരു വിഭാഗം മതന്യൂനപക്ഷങ്ങൾ എന്താണെങ്കിലും കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന അവരുടെ അനുഭവത്തിൽ നിന്ന് അവർക്കറിയാം. അങ്ങനെ ഒരു ചോർച്ച ഉണ്ടാകാതിരിക്കാനാണ് അനാവശ്യമായ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം, കോൺഗ്രസിന്റെ ശീർഷ നേതൃത്വത്തെ കൊണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഈ പ്രാദേശിക പാർട്ടികളുടെ മുന്നിൽ വെക്കുമ്പോൾ അവരുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്ന ഹേമന്ത് സോറനും തേജസ്വി യാദവിനും കോൺഗ്രസ് ഇനിയും BJP വിരുദ്ധത പ്രസംഗിക്കുകയും BJPക്ക് വളരാനുള്ള വളവും വെള്ളവും മണ്ണും റെഡിയാക്കി കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചില്ല എങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധി ശ്രീ നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തുന്ന വലിയ ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം വെറും ഒരു ശൂന്യതയിലേക്ക് മറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങണം. അതിന് ശീർഷ നേതൃത്വം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാദേശിക തലത്തിൽ ഇടപെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. അതാണ് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന. ഒരു പക്ഷത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടമായതോടെ കുറച്ചെങ്കിലും ദുർബലമായ മോദി അമിത്ഷാ സഖ്യത്തിന് ഒരു ഊർജം നൽകുന്നു മഹാരാഷ്ട്രയിലെ വിജയം. ഇപ്പുറത്ത് ജാർഖണ്ഡിലെ വിജയം ഇന്ത്യ സഖ്യത്തിന് കരുത്തേകുമ്പോൾ പോലും യാഥാർത്ഥ്യബോധത്തോടുകൂടെ പെരുമാറാൻ കോൺഗ്രസ്സിന് സാധിക്കുന്നുണ്ടോ? ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്ന ചോദ്യവും ഉയർത്തുന്നു. വളരെയധികം നന്ദി ശ്രീ ഷാജി ജോസഫ്, ഒപ്പം വെങ്കടേഷ് രാമകൃഷ്ണൻ ഈ ഡിസ്കഷനിൽ പങ്കാളികളായതിന്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.